ഹുണ്ടായി വണ്ടികൾ ഉപയോഗിക്കുന്നവർ, അതായത് പ്രത്യേകിച്ച് ഐ10 ഗ്രാൻഡ് ഐ10 ഒക്കെ ഉപയോഗിക്കുന്നവർ ഈ ഒരു ബുഷിനെ പേടിക്കണം കേട്ടോ. ഈ ബുഷ് ഭയങ്കര പ്രശ്നക്കാരനാണ്. ഈ ബുഷ് പോയി കഴിഞ്ഞാൽ പിന്നെ ഗിയർ ടൈറ്റ് ആവുക, ക്ലച്ചിന് പ്ലേ കൂടുതലാവുക, അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഗിയർ വീഴാൻ ഭയങ്കര പ്രയാസം ഉണ്ടാവും ഈ ഒരു ബുഷ് കേട്ടോ. ഇത് റിലീസ് ബെയറിങ്ങിൻ്റെ ഫോർക്കിൽ വരുന്ന ബുഷാണ്. അപ്പോൾ നമ്മൾ ക്ലച്ച് മാറുന്ന സമയത്ത് സാധാരണ റിലീസ് ബെയറിങ്, ക്ലച്ച് ഡിസ്ക്, പ്രഷർ പ്ലേറ്റ്, ക്ലച്ച് കേബിളും കാര്യങ്ങളും മാറണം. അതോടൊപ്പം തന്നെ ഇതും കൂടി മാറണം കേട്ടോ. ഈ ഒരു ബുഷും കൂടി അതിൻ്റെ കൂട്ടത്തിൽ മാറണം. പോയിട്ടില്ല എന്നെങ്കിലും അത് പുതിയ ഇടുന്നതാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ ഏത് ബുഷ് മാറാൻ വേണ്ടി കംപ്ലയിൻ്റ് ആയിരുന്നത്, ബുഷ് മാറാൻ വേണ്ടി അയച്ചാണ്ടോ. ഇവിടെ ഒരു ബുഷ് ഉണ്ടായിരിക്കും, ഇവിടെ ഒരു ബുഷ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ബുഷ് മാറാൻ വേണ്ടി അയച്ചാണ്. മാറാൻ വേണ്ടി അയക്കുന്ന സമയത്ത് ആ ഫോർക്കിൻ്റെ ബോൾട്ട് പൊട്ടി. ഇപ്പം ഇനിയിപ്പോൾ ആ ഫോർക്ക് കട്ട് ചെയ്തിട്ട് വേണം പുതിയ ഫോർക്ക് ഇടാൻ കേട്ടോ. അപ്പം നമ്മൾ ഒന്നെങ്കിൽ സെക്കൻഡ് ഹാൻഡ് എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഫ്രഷ് കിട്ടിക്കഴിഞ്ഞാൽ പുതിയത് മേടിക്കുക കേട്ടോ. അപ്പോൾ ആ ബുഷ് ഇതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് അയച്ചപ്പോൾ അതിൻ്റെ ബോൾട്ട് പൊട്ടി. ഇനി ആ ബോൾട്ട് അതിൻ്റെ ഉള്ളിൽ കിടക്കണം, അപ്പോൾ ഫോർക്ക് പോയില്ല. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് വെച്ചിട്ട് കട്ട് ചെയ്തിട്ടാണ് ഫോർക്ക് എടുത്തത്.